ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ്. ഒന്നുമല്ല, നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ചമ്മന്തി. ഓക്കെ, അപ്പോൾ അറിയുമെന്ന് അറിയില്ല, എല്ലാവർക്കും അറിയുമെന്ന് അറിയുന്നില്ല. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കാണാം. ചമ്മന്തിക്കായിട്ട് നമുക്ക് നല്ലൊരു പാഷൻ ഫ്രൂട്ട് നമുക്ക് എടുക്കണം. അതിനായിട്ട് കൂടുതൽ പഴുത്ത് പോകരുത്, അതുപോലെ പച്ച ആകരുത്. കാരണം കൂടുതൽ പഴുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുളി മാറിയിട്ട് മധുരം വരും. നമ്മളെ ഈ ചമ്മന്തിൻ്റെ അകത്ത് വേറെ പുളിയോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല, പുളിക്കായിട്ടിലൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പുളി വേണം. അതുകൊണ്ട് കൂടുതൽ പഴുത്ത് പോകരുത്, അതുപോലെ തന്നെ കൂടുതൽ പച്ചയാകരുത്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പിലൊരു പാഷൻ ഫ്രൂട്ട് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തേത് പാഷൻ ഫ്രൂട്ട്. അത് പാഷൻ ഫ്രൂട്ടിൻ്റെ രണ്ട് വശം നമുക്കൊന്ന് മുറിച്ച് കളയണം. അത് പാഷൻ ഫ്രൂട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഭാഗമാണ് ഈ രണ്ട് വശങ്ങൾ. അത് നമുക്ക് മുറിച്ച് കളയണം. പിന്നെ ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല. തൊലിയൊന്നും കളയാതെ തന്നെയാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് കാന്താരി, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് തേങ്ങ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചമ്മന്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ട് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. എത്രത്തോളം പഴുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, കൂടുതൽ യെല്ലോ കളർ ആയിട്ടില്ല. അത് ഒരു മീഡിയം ടൈപ്പ് പഴുപ്പ് വന്നതേ ഉള്ളൂ. ഈ ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ ചെറുതായിട്ട് മുറിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ച് എടുക്കുന്നതാണ് നമ്മുടെ ചമ്മന്തി. സാധാരണ ചമ്മന്തി എടുക്കുന്ന പോലെ തന്നെ അതിന് നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം പാഷൻ ഫ്രൂട്ട് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിടണം. മിക്സിയിൽ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് അരിഞ്ഞ് വരണം. കാരണം ഇതിൻ്റെ തൊലി കുറച്ച് ഹാർഡാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ ഒരു കപ്പ് തേങ്ങ, ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കപ്പ് തേങ്ങ, പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി, പിന്നെ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ എക്സ്ട്രാ പുളിയൊന്നും ഇതിൻ്റെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാഷൻ ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. കൂടുതൽ പഴുത്ത് പോകരുത്, അതുപോലെ കൂടുതൽ പച്ചയായി പോകരുത്. ഒരു മീഡിയം ടൈപ്പ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാഷൻ ഫ്രൂട്ട് ഇപ്പം കിട്ടാൻ അത്ര വലിയ വിഷമമുള്ള സംഭവമല്ല, കാരണം ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.